ഓക്കെ. യെസ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കുമാമീൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും കൂടുതൽ നവീകരിക്കാനും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചു നമ്മൾ തന്നെ അനുഗ്രഹത്തിലേക്കും കൃപയിലേക്കും നയിക്കപ്പെടാൻ വേണ്ടി ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെ ഉള്ള തിരുവചനങ്ങളാണ്. ഈ 8 നോയമ്പിലെ ഈ 4-ാം ദിനം നമ്മൾ പ്രത്യേകമായി ദൈവമാതാവിനെ കാണിച്ച ആ ശുശ്രൂഷയുടെ ഒരു മനോഭാവം, ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ശുശ്രൂഷയുടെ ഒരു മനോഭാവനം, മറ്റ് വ്യക്തികളെ ശുശ്രൂഷിക്കണം, മറ്റ് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റ് വ്യക്തികളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടായാലും മറ്റ് വ്യക്തികളെ കർത്താവായ യേശുമിശിഹായിലേക്ക് ഞാൻ ചേർക്കണം. എന്നിട്ട് ഓരോ വ്യക്തി ദൈവസ്നേഹത്തിൽ ജീവിക്കണം, ഓരോ വ്യക്തി ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷകളെല്ലാം അതൊരു ദൈവ അനുഭവത്തിൽ നിന്നും കടന്നു വന്നതാണ്. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ജീവിതം ഞാൻ എത്രത്തോളം കർത്താവിനിൽ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവിനെ ഞാൻ എത്രത്തോളം ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അത് കൃപയാക്കി മാറ്റുന്നു. ഇവിടെ മാതാവ് തൻ്റെ ഇളയമയായ എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ മാതാവിൻ്റെ അവസ്ഥ ഒന്നും നോക്കാതെ തന്നെ നേരിട്ട് സന്തോഷത്തോടെ തൻ്റെ ഇളയമയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് മാതാവ് കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ ദൈവമാതാവ് ഏറ്റവും കൂടുതൽ പിടിച്ചു വെച്ചത് പ്രാർത്ഥനയാണ്. ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ ദൈവമാതാവിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. ദൈവമാതാവ് പ്രാർത്ഥനയോട് ആണ് കർത്താവായ യേശുമിശിഹായെ സ്വീകരിച്ചത്. അതേ മനോഭാവമാണ് ദൈവമാതാവ് എല്ലാ വ്യക്തികളും പ്രാർത്ഥനയോടെ വേണം അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സ്വീകരിക്കാൻ വേണ്ടി. മാതാവിൻ്റെ സാന്നിധ്യം തന്നെ എലിസബത്തിന് ഒരുപാട് സന്തോഷമുണ്ടാക്കി. മാതാവിൻ്റെ സാന്നിധ്യം എലിസബത്തിന്റെ ഭവനത്തെ സന്തോഷത്തോടെ നിറച്ചു. പിന്നെ നമ്മളെല്ലാ വ്യക്തികളുടെയും ഈശോ സാന്നിധ്യമുണ്ട്. ഈശോ സാന്നിധ്യമുള്ളപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ ഈശോയുടെ സന്തോഷമുണ്ടോ, ഈശോയുടെ സ്നേഹമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, എലിസബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് ഇവിടുന്ന് ലഭിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിനും മാതാവിനും മാത്രം അറിയുന്നൊരു വലിയ സത്യമായിരുന്നു കർത്താവിൻ്റെ അമ്മ, അതായത് അമ്മ മാതാവ്, നമ്മുടെ മാതാവ് കർത്താവിൻ്റെ അമ്മയാകാൻ പോകുന്നു. പക്ഷെ എലിസബത്തിന്റെ അതിരത്തിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചു, ഇതെന്റെ കർത്താവിന്റെ അമ്മയാണ്, എൻ്റെ കർത്താവിന്റെ അമ്മ കടന്നു വന്നാൽ എൻ്റെ ജീവിതം ശുദ്ധീകരിക്കും, എൻ്റെ ജീവിതത്തിൽ എല്ലാ കുറവും മാറിപ്പോകും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാർത്ഥനയുള്ള വ്യക്തിയായി ഞാൻ തീരും. അങ്ങനെ ഒരു വ്യക്തിയായി തീരണം. ഓരോ വ്യക്തിയും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തിയും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൂടുതൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു വ്യക്തികളായി തീരണം. അങ്ങനെ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയായി തീരുമ്പോൾ ദൈവമാതാവ് സമർപ്പിച്ചതുപോലെ നമുക്കും സമർപ്പിക്കാൻ സാധിക്കണം. സ്വർഗത്തിൽ നിന്ന് സന്തോഷം കടന്നു വരും. കൂടുതൽ കൃപയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ചേർത്ത് വെക്കാം. ദൈവം ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, മാതാവിന്റെ സാന്നിധ്യം എലിസബത്തിന്റെ ഭവനത്തിൽ സന്തോഷം കൊണ്ടുവന്നു. അതേ സമയത്ത് എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കൊതിച്ചു ചാടി. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ സന്തോഷമാണ് മാതാവ് വരുമ്പോൾ. പ്രത്യേകിച്ച് 8 നോയമ്പിൽ നമ്മൾ വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എത്ര സന്തോഷമാണ് മാതാവ് നൽകുന്നത്, നമ്മുടെ മനസ്സിൽ എത്ര ആശ്വാസമാണ് മാതാവ് നൽകുന്നത്. എത്രത്തോളം നമ്മൾ ദൈവത്തിലേക്ക് ചേർക്കപ്പെടുകയും എത്രത്തോളം കർത്താവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മൾ ആ യഥാർത്ഥ സന്തോഷത്തെ നമുക്ക് മനസ്സിലാക്കാം. മാതാവിൻ്റെ സന്തോഷം നമ്മൾ കണ്ടതുപോലെ നമുക്കും മറ്റു വ്യക്തികളിലേക്ക് ഈ ശുശ്രൂഷ നൽകാൻ വേണ്ടി ഒരു സന്തോഷം നമുക്കുണ്ടാകണം. നമ്മൾ ഈ ലോകത്തിൽ ചെറിയൊരു ജീവിതമാണ്, നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ അനേകം വ്യക്തികൾക്ക് ജീവിച്ചുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ സന്തോഷം നമുക്ക് പങ്കുവയ്ക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവമില്ലാത്ത ജീവിതം, ആ ജീവിതത്തിന് ഒരു അർത്ഥമില്ല എന്ന് എന്നും നമ്മൾ ഓർക്കണം. കർത്താവായ യേശുമിശിഹ ഇല്ലാത്ത ഒരു ജീവിതത്തിന് അർത്ഥമില്ല. കർത്താവിനൊപ്പമുള്ള ജീവിതത്തിന് അർത്ഥമുണ്ട്, വിലയുണ്ട്. ആ ജീവിതം അനുഗ്രഹമാണ്. നമുക്ക് 8 നോയമ്പിൽ പ്രത്യേകിച്ച് മാതാവിൻ്റെ മുമ്പിൽ നമുക്ക് ആ ശുശ്രൂഷ ചെയ്യാനുള്ള മനോഭാവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമീൻ.